ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബ്രോക്കോളി പറാട്ട. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂൺ എണ്ണ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് ചെറു ചൂടുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ചെറു ചൂടുള്ള വെള്ളം യൂസ് ചെയ്താൽ നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഉപ്പ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ആഡ് ചെയ്തോണം. ഞാൻ എനിക്ക് കറക്റ്റായിട്ട് അളവ് പറയുന്നില്ല. മാവൊന്ന് കുഴച്ചിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആ സമയം കൊണ്ട് പോയി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബ്രൊക്കോളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ബ്രൊക്കോളിയുടെ വലിപ്പം ഞാൻ എടുത്തു വെച്ചില്ല, ബ്രൊക്കോളി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതാദ്യം ഞാൻ എന്ത് ചെയ്തു, ചെറു ചൂടുള്ള വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ അത് എടുത്ത് മാറ്റിയത്. ഇനി നമ്മളിതൊരു ഗ്രേറ്റർ ഉപയോഗിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബ്രൊക്കോളിക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നല്ലൊരു ഹെൽത്തി ഡിഷാണിത്. ഇപ്പോൾ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും. പിന്നെ പച്ചമുളക് 1-2 നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മുളക് പൊടി ആഡ് ചെയ്യും, ആംചൂർ പൊടി എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഗരം മസാല വേണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നും വേണ്ട. ഒരു 2 to 3 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. മുളക് പൊടി ഞാൻ സാധാ മുളക് പൊടിയാണ്, കാശ്മീരി അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മസാലകളെല്ലാം നമ്മുടെ ബ്രൊക്കോളിയിലോട്ട് പിടിക്കുമ്പോഴത്തേക്കും ഗരം മസാലയൊക്കെ ബ്രൊക്കോളിയിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ മെഷർമെൻറ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നതായിരിക്കും, കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊറോട്ടയുടെ മാവിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പം ഫില്ലിങ്ങിലും കുറച്ച് ഉപ്പ് വേണം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി പെട്ടെന്ന് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഒരു ചെറിയ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തു. എന്നിട്ട് നമുക്കൊരു ചെറിയ ഉരുളയായിട്ട് എടുത്ത് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് പരത്തുമ്പം അതിൻ്റെ അകത്ത് നെയ്യ് തേച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ബ്രൊക്കോളി ഫില്ലിങ് വെക്കാം. പിന്നെ ഒരുപാട് ഡയറ്റ് കോൺഷ്യസ് ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഇപ്പോൾ പൊറോട്ട ചുട്ടെടുക്കുമ്പോഴും നെയ്യ് തേക്കാം, അപ്പം എല്ലാം കൂടി ആവണ്ട. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വെജിറ്റബിൾസ് തിന്നാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഫില്ലിംഗ് ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. സോ ഇത് ഒരു നല്ല മെത്തേഡാണ് കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ. സോ വളരെ ക്വിക്കായിട്ട്, കറികളൊന്നും വേണ്ട, പെട്ടെന്ന് തൈര് കൂട്ടിയൊക്കെ കഴിക്കാം ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രൊക്കോളി പറാത്ത റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വ്ളോഗ്സ്. സീ ഇൻ ദ നെക്സ്റ്റ് റെസിപ്പി. ബൈ.